നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുലംകുത്തി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർ കണ്ണു തുറന്ന് കാണണം. TP ഉയർത്തിയ ചെമ്പതാകകൾ കൂടുതൽ ഉയരെ. അക്രമ കൊലപാതക രാഷ്ട്രീയം കൊണ്ട് വിറപ്പിക്കാമെന്ന് പിണറായി കരുതണ്ട. നിങ്ങളുടെ ഗുണ്ടായിസമൊന്നും ഇനി ചെലവാകില്ല. ജനം ശബ്ദിച്ചു തുടങ്ങിയെന്ന് KK രമയുടെ ഉറച്ച ശബ്ദം ഉയർന്നു. തദ്ദേശത്തിൽ അടിയേറ്റ പിണറായിക്കും കൂട്ടർക്കും രമയുടെ മറുപടി കൂടി താങ്ങാനുള്ള ശേഷിയില്ലെന്ന് TP അനുഭാവികളുടെയും മറുപടി. വേട്ടയാടിയവർക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന് ഒരു സ്ത്രീ മറുപടി കൊടുക്കുന്നു. കാലത്തിന്റെ കാവ്യനീതിയാണ് ഇതൊക്കെ. ജനങ്ങൾ കൊടുത്ത വലിയ വിജയത്തിൽ അതിന്റെ സന്തോഷ തിമിർപ്പിൽ തന്നെയാണ് KK രമയുള്ളത്. അതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് KK രമ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ CPM-നും പിണറായി വിജയനും കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇവർ മേടിച്ചു കൂട്ടുന്നതാണ്. കാരണം അത്രത്തോളം ഇവർ വേട്ടയാടിയിട്ടുണ്ട് KK രമയെ. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിലും കലി തീരാതെ പിന്നീട് ആ കുടുംബത്തിന് നേരെയായിരുന്നു പാർട്ടിയുടെ പക. പാർട്ടിയുടെ അല്ല, പിണറായി വിജയന്റെ പക. ഏതെല്ലാം തരത്തിലാണ് KK രമയെ വേട്ടയാടിയത്. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ച് തരണം ചെയ്തുകൊണ്ട് നിയമസഭയിൽ വന്ന് ഒരു നിൽപ്പുണ്ടായിരുന്നല്ലോ. TP ചന്ദ്രശേഖരന്റെ പ്രതീകമായി പിണറായി വിജയന്റെ നേർക്കുനേർ. അതൊക്കെയാണ് പോരാട്ടം. KK രമയുടെ ആ കുറിപ്പ് നമുക്ക് നോക്കാം. 2008 സഖാവ് മണ്ടോടി കണ്ണന്റെ മണ്ണിൽ സഖാവ് TPയുടെ നേതൃത്വത്തിൽ ഉയർത്തിയ നേരിന്റെ ചെമ്പതാകകൾ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ തെളിമയോടെ പാറിക്കളിക്കുന്ന ചരിത്രപരമായ ഈ വിധി നൽകിയ ജനതയ്ക്ക് ഹൃദയാഭിവാദ്യങ്ങൾ. പിറവി കൊണ്ട് 6 മാസത്തെ ആയുസ് കുലപ്രഭുക്കന്മാർ വിധിച്ച പ്രസ്ഥാനം അതിന്റെ അമരക്കാരനായ TPയുടെ രക്തസാക്ഷി സ്വപ്നങ്ങൾ നെഞ്ചേറ്റുവാങ്ങി പടർന്നു വളരുന്ന കാഴ്ചയാണ് എമ്പാടും. പതിറ്റാണ്ടുകളുടെ വികസന മുരടിപ്പിൽ നിന്നും ഏറാമലയെ ഏറെ മാറ്റിയ ഭരണസമിതിയെ നട്ടാൽ കുരുക്കാത്ത നുണകളുടെ മഴയിൽ കുളിപ്പിക്കാൻ ശ്രമിച്ച CPM റീലുകൾ സത്യത്തിൽ ജനകീയ മുന്നണിയുടെ വികസന പദ്ധതികളുടെ പ്രചാരണമായി മാറുകയായിരുന്നു. ഒഞ്ചിയത്തും ജനപക്ഷ വികസനത്തിനും നേരിന്റെ രാഷ്ട്രീയത്തിന് വലിയ അംഗീകാരമാണ് ജനം നൽകിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അടക്കമുള്ള സീറ്റുകളിൽ മത്സരിച്ച ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും ഒഞ്ചിയത്തെ ജനത നെഞ്ചേറ്റുകയായിരുന്നു. ഒഞ്ചിയം, ഏറാമല, ചേറോട്, അഴിയൂർ പഞ്ചായത്തുകളിലെ ജനകീയ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഴുവൻ UDF RMPI പ്രവർത്തകരെയും നേതാക്കളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുന്നു. ഒഞ്ചിയം മേഖലയ്ക്ക് പുറത്തും തിളക്കമാർന്ന വിജയങ്ങൾ നേടാൻ RMPIക്ക് സാധ്യമായി. വടകര നഗരസഭയിലും മണിയൂർ പഞ്ചായത്തിലും ആദ്യമായി RMPI സ്ഥാനാർത്ഥികൾ വിജയക്കൊടി പാറിച്ചു. മാവൂർ, തളിക്കുളം പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, കുന്നംകുളം നഗരസഭയിൽ ഉൾപ്പെടെ RMPI വിജയിച്ചു. RMPIയുടെ ചെമ്പതാകയേന്തി ജനവിധി തേടിയ മുഴുവൻ സഖാക്കൾക്കും ഹൃദയാഭിവാദ്യങ്ങൾ. ജനജീവിതം നാൾക്ക് നാൾ ദുസ്സഹമാക്കുകയും കോടിക്കണക്കിന് രൂപയുടെ PR മാമാങ്കങ്ങളുടെ ഭാരം കൂടി അവർക്കുമേൽ കെട്ടിവെക്കുകയും ചെയ്ത CPM-ന്റെ ദുർഭരണത്തിനെതിരായ ജനവികാരത്തിന്റെ കൊടുങ്കാറ്റ് തങ്ങൾക്കനുകൂലമായ വികാരമാക്കി മാറ്റാൻ ആസൂത്രിതമായ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ UDF നേതൃത്വത്തിന് സാധിച്ചു. കേരളത്തിലാകെ ആഞ്ഞടിച്ച ഈ ജനവിധിയുടെ തരംഗത്തിന് നേതൃത്വം നൽകിയ UDF നേതൃത്വം ആത്മാർത്ഥമായ അഭിനന്ദനം അർഹിക്കുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടാനിരിക്കുന്ന ആവേശകരമായ വിജയത്തിന്റെ അർത്ഥപൂർണമായ കാഹളമാണ് ഈ മുന്നേറ്റം. എത്ര വലിയ ഭീഷണികളും ഗുണ്ടാമർദ്ദനവും ഏറ്റുവാങ്ങിയിട്ടാണ് പല സ്ഥലങ്ങളിലും UDF പ്രവർത്തകർ ഈ പോരാട്ടം നടത്തിയത് എന്നത് ഓർക്കേണ്ടതാണ്. ഒരു പാർലമെന്റ് അംഗത്തിനെ പോലും കടന്നാക്രമിക്കാൻ മടിയില്ലാതിരുന്ന ഇവർ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ വേങ്ങാട് പഞ്ചായത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെയും വയോധികനായ ഒരു പൊതുപ്രവർത്തകനെയും അതിക്രൂരമായി കടന്നാക്രമിച്ച മനസ്സ് മരവിപ്പിക്കുന്ന കാഴ്ചയ്ക്കും കേരളം സാക്ഷ്യം വഹിച്ചു. അവിടെ നിന്നുയർന്ന നിലവിളികൾക്ക് അവരേറ്റുവാങ്ങിയ അപമാനത്തിന് കേരളം നൽകിയ ഒരു തുള്ളി ചോര പൊടിയാത്ത പ്രതികാര മധുരമാണ് ഈ ജനവിധി. നന്ദി കേരളമേ, നന്ദി. KK രമ. ഇതായിരുന്നു KK രമ പങ്കുവെച്ച ആ ഒരു പോസ്റ്റ്. ഇത് മതി, ധാരാളമാണ്. കൊടുക്കാനുള്ളത് മുഴുവൻ ഈ ഒരു പോസ്റ്റിലൂടെ അവർ മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് ആ സ്ത്രീ എത്രത്തോളമാണ് ഈ പാർട്ടി വേട്ടയാടിയത്. ഏതെല്ലാം തരത്തിൽ നിന്റെ മകനെ നടു റോഡിൽ പൂക്കുല പോലെ ചിതറിക്കുമെന്ന് KK രമയ്ക്ക് ഈ പാർട്ടി ഗുണ്ടകൾ കത്തയച്ചതാണ്. അതൊന്നും പോരാതെ പല തവണ അവരെ നിന്നെ തീർക്കും, നിന്നെ കൊല്ലും, മറുപടി പറയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയോ കൊലവിളികൾ അവർക്ക് നേരെ ഉയർന്നു. പക്ഷേ അവർ ഭയന്നില്ല.
ഭയക്കേണ്ട കാര്യമില്ല. എന്തിനവർ ഭയക്കണം? തൻ്റെ കൺമുന്നിൽ കാണാൻ മനസ്സ് മരവിപ്പിക്കുന്നത് പലതും അവർ കണ്ടു കഴിഞ്ഞതാണ്. സ്വന്തം ഭർത്താവിൻ്റെ ശരീരം വെട്ടി നുറുക്കി അവരുടെ മുൻപിൽ കൊണ്ടിട്ട് കൊടുത്തതല്ലേ ഈ പാർട്ടി. അത് കണ്ട് മനസ്സ് മരവിച്ചു പോയ ഒരു സ്ത്രീക്ക് ഇനി എന്ത് കണ്ടാലും എന്ത് ഭീഷണി ഇറക്കിയാലും ഒരു ഭയവും ഉണ്ടാകില്ല. കാരണം അവർ തീയിൽ കുരുത്തതാണ്, വെയിലത്തൊന്നും വാടാൻ പോകുന്നില്ല. കാരണം അവരുടെ ഉള്ളിലും ഉള്ളത് ഇതേ പാർട്ടിയുടെ ആ ചോര തന്നെയാണ്. ആ ഒരു തിളപ്പ് KK രമയിലും ഉണ്ടാകും. അതുകൊണ്ട് എന്തു പറഞ്ഞും അവരെ ഭീഷണിപ്പെടുത്താമെന്ന് കരുതരുത്. എല്ലാ ഭീഷണികളും കഴിഞ്ഞപ്പോഴായിരുന്നല്ലോ പിന്നീട് നെറികെട്ട ചില കളികൾ പുറത്തിറക്കിയത്. KK രമയ്ക്ക് അവിഹിത ബന്ധം, കണ്ടവന്മാരുടെ പുറകെ പോകുന്നു തുടങ്ങി എത്രയെത്ര അശ്ലീല കാര്യങ്ങളായിരുന്നു ഈ CPMന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു DYFI കാരിയുടെ പോസ്റ്റ്. അതായത് ഇരയുടെ ചിത്രം പുറത്തുവിടാൻ പാടില്ല എന്നാണ്, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പുറത്തു വിടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച ആ 60കാരി KK രമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം അധിക്ഷേപങ്ങളായിരുന്നു അവർക്ക് നേരെ. പക്ഷെ അവരതിലൊന്നും കുലുങ്ങിയില്ല. കാരണം മുൻപ് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഭയക്കാനൊന്നുമില്ല. പിണറായി വിജയന്റെ നേർക്കുനേർ വന്ന് സഭയിൽ പിണറായി വിജയനെ അടിച്ചിരുത്തുന്ന തരത്തിൽ എത്രയോ തവണ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴും KK രമ സംസാരിക്കുന്നത് ഈ CPMന്റെ അക്രമ കൊലപാതക രാഷ്ട്രീയങ്ങൾക്കെതിരെയാണ്. ഇപ്പോൾ അവരുടെ പോസ്റ്റിലും ഈ സർക്കാരിന്റെ ഈ പാർട്ടിയുടെ അക്രമത്തെക്കുറിച്ച് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. KK രമയ്ക്ക് ഈ പോരാട്ടത്തിന് വലിയ അഭിവാദ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.